എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ഇടണമെന്ന് കുറേ ആയിട്ട് ആലോചിക്കണം. പക്ഷേങ്കിൽ നമ്മൾ ഈ ജോലി തിരക്കും മറ്റേതൊക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റായി പോകുന്നുണ്ട് വീഡിയോസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബർദുബായിലേക്കാണ്. ബർദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ബർദുബായിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഭയങ്കര എല്ലാവരും കുറേ ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. ദുബായിൽ ചൂട് ഭയങ്കര ചൂട്, ക്ലൈമറ്റ് കുറച്ച് മോശം എന്ന് പറയാൻ തന്നെ, പക്ഷെ ഭയങ്കര ചൂടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സീസണാകുമ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂടും അതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു തണുപ്പിനെ വരവേറ്റുകൊണ്ടുള്ള ഒരു സംഭവമാണ്. ഏകദേശം ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ചൂട്, എന്നാലും ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടും ഇതൊക്കെയാണ് കേട്ടോ. കാണാൻ പറ്റും. ഇപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് 4 മണി 3 മണി ആ സമയമാകുമ്പോഴത്തേക്ക് നല്ലൊരു ഇരുണ്ട ഒരു സമയം അതെന്നെ പറയാ. ആണോ, വെയിലൊക്കെ താണ് നല്ലൊരു വെതറായിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് കാണിച്ചു തരാം. ഇതാ ഉണ്ടോ, ആ കാണുന്നതാണ് ഹയാത്ത് കേട്ടോ. സൗണ്ട് എത്രത്തോളം ഉണ്ടാവുന്നത് കഴിഞ്ഞ വീഡിയോസ് എല്ലാം പോലെ തന്നെയുള്ള അതൊരു സൗണ്ട് എഫക്റ്റ് ആയിരിക്കും. അയ്യോ, നടന്നതും തളർന്നു. കുറച്ച് റൂം എൻ്റെ ബാക്കോട്ടാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് വേണം മെട്രോണ് കയറാൻ വേണ്ടിയിട്ട്. മെട്രോണ് പോവാം. പിന്നെ ബോട്ടിൽ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചായിരുന്നു എല്ലാവർക്കും, ഉണ്ടോ. ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആണോ, നല്ല രസമാണ്, വലിയ ചൂടില്ല. പണ്ടൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര ഒരു ചൂടായിരുന്നു. ഈവനിങ് സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു, സത്യം പറയാലോ ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറഞ്ഞ് ഡൗൺ ആയിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണോ. രസമാണ്. ഇതാണ് നമ്മുടെ ഏരിയ. നമ്മുടെ ഏരിയ ഇതാണ്. വേറെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ കാലമായിട്ട് നമ്മൾ ഈ ലോങ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ലോങ് വീഡിയോസിൽ നമ്മൾ വലിയ വ്യൂവേഴ്സൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുക, അത്ര തന്നെ ഒരു സന്തോഷം. എവിടെ ഗൈസ്, നമ്മൾ നടന്ന് ഇവിടെ എത്തി. നമ്മൾക്ക് ഈ ഒരു സീബ്ര ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോയിട്ടാണ് ബസ്സോ അല്ലെങ്കിൽ മെട്രോ കയറി പോവാം. മെട്രോ കയറി പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, മെട്രോയിൽ കയറി പോവാം, അതായിരിക്കും നല്ലത്. മെട്രോ കയറിയാലും ബസ് കയറിയാലും ഒരേ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. മെട്രോ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. മെട്രോയിൽ കയറി പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് മെട്രോ ഉള്ളത്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ബാക്കി കാര്യങ്ങൾ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പേഴ്സണലി അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നിട്ട് ചോദിക്കാറുണ്ട്, ഇപ്പം യൂട്യൂബ് തുടങ്ങിയോണ്ട്, ഇപ്പോൾ വ്ളോഗൊക്കെ തുടങ്ങിയോണ്ട് ഇപ്പോൾ പാട്ടൊന്നും പാടുന്നത് കേൾക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനും കുറച്ച് സമയം കണ്ടെത്തി ഞാൻ ഈ ചാനലിൽ എൻ്റെ കുറച്ച് സോങ് കവർ ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഗോൾസുക്ക് ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ഗോൾസുക്ക് ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഗോൾസുക്ക് ബസ് സ്റ്റാൻഡ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗോൾസുക്ക് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള ബസ് ഇവിടെ കിട്ടും. ഇതിനപ്പുറത്തൊരു സ്റ്റേഷനുണ്ട്. ഇവിടുത്തെ നിർത്താത്ത ബസ് അപ്പുറത്തെ സൈഡിലെ സ്റ്റേഷനിൽ നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബർദുബായ്. നമ്മൾ മെട്രോ കയറി ബർദുബായിൽ ഇറങ്ങി. അപ്പോൾ ബർദുബായിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ അവൻ്റെ കടയൊന്നും ഞാൻ കാണിച്ചിട്ട് വീഡിയോ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതങ്ങ് പോയി. അപ്പോൾ ഞാനിത് ബർദുബായി ആണ്. ബർദുബായിൻ്റെ ഹൃദയ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, മീന ബസാർ.
മീന ബസാറിൽ ഒരുപാട് ജ്വല്ലറി ബിസിനസ് അതുപോലത്തെ ക്ലോത്ത് കാര്യങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോത്ത് അതുപോലത്തെ ജ്വല്ലറി പിന്നെ അല്ലറ ചില്ലറ സാധനമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് അപ്പുറത്തെ കടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചു പോയി നടന്ന് ഞാൻ തിരിച്ച് പിന്നെ ഗോൾസൂക്കിലേക്ക് തന്നെ പോകാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ക്ഷീണം പിടിക്കും. എന്നാലും ചൂട് നമ്മൾ കുറേ നടക്കുമ്പോഴാണ് ചൂടിൻ്റെ ഒരു സംഭവം അറിയാം. എന്താമേ പണിയായി, ടീഷർട്ടൊക്കെ ഫുള്ള് ഒലിച്ച് കിടക്കുക. ഇതാണ് ഞാനിപ്പോൾ എൻ്റെ ക്യാമറ കയ്യിൽ പിടിച്ചിട്ടുണ്ടാണ് ഉള്ളത്. കാരണം നമ്മുടെ സ്റ്റിക്ക് നമ്മളൊരു സുഹൃത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അവന് കൊടുത്തു നാട്ടിൽ പോയപ്പോൾ. നമുക്കൊന്ന് പുതിയൊന്ന് വാങ്ങിക്കണം. അപ്പോൾ പുതിയൊരു സ്റ്റിക്ക് വാങ്ങിക്കാനുള്ള പോക്കാണിപ്പോൾ. അയ്യോ, അവിടെ എത്തുമ്പോൾ കാണിക്കും. ഇത് സബ്ക മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്ക കഴിഞ്ഞ് ഏകദേശം നമ്മുടെ, അതായത് എന്താ പറയുക, ഷാർജയ്ക്ക് ഇപ്പം പോകുന്നില്ല. ഷാർജയ്ക്ക് ഒരാൾ ടാക്സിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. ഷാർജയ്ക്ക് ഇപ്പം പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബനിയ സ്ക്വയറിലാണ്. ബനിയ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലൊരു വീഡിയോ വൈറലായതിനു ശേഷം അപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിച്ചമക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മളതും കൂടി ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒരു സംഭവത്തിലുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറേ ആൾക്കാർ ഈ മരുന്ന് വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ മെഡിസിൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടൂറിസ്റ്റുകളൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താക്കുന്നു, കുറേ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടീമിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ആ ഒരു ചാനലിൽ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്താണ്, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിച്ച് പൊക്കുന്നുണ്ട്. അവരെന്നെ പിടിച്ച് പൊക്കിയിട്ട് പണി തരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് ഡേഞ്ചർ കളികളാണ് ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നോ ബനിയ സ്ക്വയറാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ തിങ്ങി പോകുന്നൊരു സ്ഥലമാണ് ബനിയ സ്ക്വയർ. കണ്ടോ, ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. ബനിയ സ്ക്വയറിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും ഇതെല്ലാം ഉണ്ടെങ്കിൽ ബനിയ സ്ക്വയറിലെ ഈ ഒരു KFC എന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. സംടൈംസ് മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ KFC കഴിക്കുന്നത് ഈ ഒരു KFC എന്നാണ് കേട്ടോ. മാർക്കറ്റിംഗ് ഇതാണ് പരിപാടികൾ. കുറേ ആൾക്കാരുണ്ട്. നമ്മളെ കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട്. കരിമ്പ് ജ്യൂസ് പല കാര്യങ്ങളുണ്ട്. പക്ഷിയൊക്കെ പറക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അത് നമ്മൾ മറ്റേ സ്റ്റിക്ക് വാങ്ങിക്കുന്ന ആ കടയിൽ എത്തിയതിന് ശേഷം ഉള്ള വീഡിയോസ് ഇടാം, അതായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഈ മുഖം വരുന്നതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ മുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് പണി കിട്ടും. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മെല്ലെ ഇത് നിർത്താം. മറ്റേ സ്റ്റിക്ക് വാങ്ങിക്കുന്ന കടയിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് ഈ ഫുട്പാത്തിലൂടെ നടന്ന് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ, അങ്ങനെ മുന്നോട്ട് വീഡിയോ എടുത്ത് പോകുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. ചില ആൾക്കാർ മുഖം പൊത്തി പോകുന്നു, ചില ആൾക്കാർ തിരിഞ്ഞു പോകുന്നു, ചില ആൾക്കാർ മാറി അങ്ങ് പോകും. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ഇനി ഇടുന്നതായിരിക്കില്ല. കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്. ഈ കരിമ്പ് ഇവിടെ വ്യാപകമായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കരിമ്പ് ജ്യൂസ് ഇതുണ്ടോ, കരിമ്പ് വ്യാപകമായിട്ടുള്ളതുണ്ട്. നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നോക്കാം.
Juice है? One juice, കരിമ്പ് ജ്യൂസ്. Large, small one. How much? कितना है? 5. Okay. ബ്രോ ലൈവ് ഇട്ടാ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ലൈവ് പരിപാടി ഇതാ കുത്തി അതിനുള്ളിൽ കയറ്റുന്നു. 5 ദിർഹംസ് ഏട്ടാ ചെറുതിന് 5 ദിർഹംസ്. അയ്യോ ഇത്രയും വലിയ സ്റ്റിക്കാണോ കയറ്റുന്നത്? എന്താവെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത്. ഉണ്ടോ 5 ദിർഹംസ്. നേരത്തെ കരിമ്പ് ജ്യൂസ് നമ്മൾ കണ്ട്, അപ്പോൾ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ കുടിക്കാനൊരു വല്ലാത്തൊരു മനസ്സിനിങ്ങനെ ഒരു ഇത്. ഇതാണ് ബെനിയാസ് കേട്ടോ. അതാ നൈഫെത്തി, സോറി ബെനിയാസ് അങ്ങോട്ടായിരുന്നു. അവിടെ നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത് നൈഫെത്തി. നൈഫിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, അതായത് നൈഫ് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് എങ്ങനെ റെഡി ആവുന്നത്? ഓ റെഡി കേട്ടാ, വെരി നൈസ് നൈഫ് ജ്യൂസ്, അടിപൊളി. ഭയങ്കര മധുരം. ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷുഗർ ആഡ് ചെയ്യില്ലല്ലോ ഇതിനകത്ത്. ഷുഗർ കിയാ इसमें? ഷുഗർ ज़्यादा किया भाई? माफी ഷുഗർ റൈറ്റ്? हाँ. ഓ ഷുഗർ ഇല്ലാന്ന് പറഞ്ഞു. ഭയങ്കര മധുരം കേട്ടോ. ഞാൻ പ്രത്യേകിച്ചിട്ട് ഷുഗർ കട്ടാണ്. നല്ല തണുപ്പുണ്ട്. ഓ ആശ്വാസം. എൻ്റെ അമ്മേ, കരിമ്പ് ജ്യൂസിൻ്റെ കടേൻ്റെ പരസ്യം കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട് കുറേ കരിമ്പ് വെച്ചിട്ട്. ഓ സെറ്റപ്പ് തന്നെ. ആശാൻ നല്ല കച്ചവടമാണ് എന്തായാലും, സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം, ഒരു അയ്യോ നടന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നാട്ടിലെക്കാട്ടും കൂടുതൽ നമ്മൾ നടക്കുക ദുബായിലെത്തുമ്പോൾ. കാരണം ഇവിടെ വണ്ടിയൊന്നുമില്ലല്ലോ. നാട്ടിലാകുമ്പോൾ 1 കിലോമീറ്റർ പോകണമെങ്കിൽ വണ്ടി എടുക്കും. ഈവൻ 500 മീറ്റർ പോകണമെങ്കിലും നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ പറക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നടന്നു പോയാൽ മതി. പക്ഷെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ മാറും, അത് വേറെ കാര്യം. മുന്നെ പോലീസൊക്കെ നിർത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ലൈറ്റ് ഉണ്ടോ, ഭയങ്കര ലൈറ്റ് കേട്ടോ വണ്ടിക്ക്. അങ്ങനെ ലൈറ്റ് അടിക്കുന്ന ഈ ലൈറ്റ് എവിടം വരെ എത്തുന്നു, അങ്ങ് ഒരു ലോങ്ങിൽ പിടിക്കുന്നൊരു സാധനമാണ് ലൈറ്റ്. എന്തായാലും സീബ്ര ക്രോസ് ഓപ്പണായി. നമുക്കതിനി ആ കടയിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസ് ഇടാം കേട്ടോ. ഓക്കെ. പിന്നെ ഗൈസ് ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഹോൾസെയിൽ മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഉണ്ടാവില്ല, ഹോൾസെയിൽ മൊബൈൽസിൻ്റെ ഒക്കെ ഹോൾസെയിൽ മാർക്കറ്റാണ്. എല്ലാ സാധനം A to Z സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. സംഭവം കുറച്ച് ഇരുടി ഗൈസ്. എൻ്റെ പൊന്നെ റോഡ് ക്രോസ് ചെയ്യാൻ എന്താ ഈ ഒരു സൈഡ്, ഇതിൻ്റെ അപ്പുറത്തെ ഗല്ലി, ഇതിൻ്റെ അപ്പുറത്തെ ഗല്ലി കംപ്ലീറ്റ് മൊബൈൽ മാർക്കറ്റ് ആട്ടോ. നമ്മൾ ഈ ഒരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കട എവിടെയെന്ന് വെച്ചാൽ ഞാൻ കേട്ടോ, ഇത് ബോക്സ് ഉണ്ടോ, ജാമറി നീതി ആ കട, ബോക്സ് നീതി ആ കടയിൽ നിന്നാണ് ഞാൻ എല്ലാ സാധനവും വാങ്ങിക്കാറ്. അവിടെ വെച്ചാൽ ഹോൾസെയിൽ പ്രൈസാണ്. അതായത് ഈവൻ ഒരു പീസാണെങ്കിലും അവർ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിക്കാൻ നല്ലൊരു സംഭവമാണ്. ചെറിയ റേറ്റിന് സാധനം ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കടയിൽ നിന്നാണ് ഞാൻ സാധനം എല്ലാം വാങ്ങിക്കല്. ബോക്സ് എന്നാണ് കടയുടെ പേര് കേട്ടോ. ഇതുപോലത്തെ സാമഗ്രികളൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഈ കടയിൽ വന്നിട്ട് വാങ്ങിച്ചോ, അത് നല്ലൊരു കടയാണ്. ഹോൾസെയിലാണ് എങ്കിലും ഇവർ പിന്നെ റീറ്റെയിൽ ചെറിയ സാധനങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. മൈക്ക് അതുപോലത്തെ സാധനങ്ങൾ, ലൈറ്റ് എല്ലാം. ഇപ്പം നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവർ തരുന്നതാണ്. ഇതിന് മുന്നേ സ്റ്റിക്ക് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ വാങ്ങിച്ച സ്റ്റിക്കിൻ്റെ സംഭവമാണ്. അപ്പോൾ നമ്മൾ ചങ്ങായിക്ക് കൊടുത്തോണ്ട് എൻ്റെ പൊന്നെ ഈ വേർത്തിട്ടുണ്ടല്ലോ ഒരു മൈക്കായി. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാം.
അപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ടാ, ഇതാ സാധനം. ഇതിൻ്റെ ഈ ഒരു സംഭവം കഴിച്ചതിന് ശേഷമാണ് ഇവിടെയാണ് നമ്മൾ ഈ സൊനാപ്പി ഇടുന്നത്. ഇത് നമ്മളെ ഫ്രണ്ട്സ് ആട്ടോ, ഇതെല്ലാം നമ്മളെ ചങ്ങായിമാരാണ്. ഇത് ഇങ്ങനത്തെ സ്റ്റാൻഡും ഇതൊക്കെ ഞാൻ ഇവിടുന്ന് കുറേ വാങ്ങിച്ചതാണ്. ഈ ജർമ്മനി എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഉണ്ടല്ലോ, ഇത് നല്ലൊരു സാധനം കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ക്യാമറയ്ക്ക് വെക്കേണ്ടിയിട്ട് SLR വെക്കേണ്ടിയിട്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, അടിപൊളി, നല്ലൊരു സ്മൂത്താണ് ആ സാധനം. പിന്നെ നമ്മൾ ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ സ്റ്റാൻഡ്, ഇതൊക്കെ വലിയ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, എന്തെന്തൊക്കെയോ ദൈവമേ, ഇതിനകത്തൊക്കെ എന്താണ് കാറിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന കുറേ സാധനം കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്, ലൈറ്റ്, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ലൈറ്റ്, നൂരെ നോക്കിയാൽ കാണാൻ പറ്റും. ठीक है भाई, जा रहे हैं, नेक्स्ट टाइम आएगा, कुछ लेना है तो मैं आएगा, ठीक है. മണ്ണേ, അങ്ങനെ നമ്മൾ കട വിട്ടു. 25 ദിർഹം എൻ്റെ പോയി കിട്ടി. യെസ്, 25 ദിർഹംസേ ഉള്ളൂ. മറ്റിടത്തിലൊക്കെ ഇത് റീറ്റെയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ 60, 70 ആ റേഞ്ച്, നമുക്ക് ആ റേഞ്ചിൽ ഈ സാധനം വരും. അപ്പോൾ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ്. എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വാങ്ങിക്കാൻ നിന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി, ദുബായിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇരുടായി, സന്ധ്യയായി, വെളിച്ചം പോയി, എല്ലാം പോയി. നൈറ്റ് മാർക്കറ്റ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ നൈറ്റിലുള്ള വിഷൻസ്, ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നൈറ്റിൽ കാണിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഉള്ളത് കുറച്ച് ദൂരത്തേക്ക് പോകണം, എന്നാലും കുഴപ്പമില്ല. കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. ഇത് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.